أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيق إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും നടക്കുന്ന അസംബ്ലി എന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഒരു ഓഫ് ഡേക്ക് ശേഷം നമ്മളൊരു വർക്കിംഗ് ഡേയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ല, ഇന്നലെ ഓഫായിരുന്നല്ലോ എല്ലാവരും. അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാ സമയം ഫുൾ ലീവും അതുപോലെ തന്നെ നമ്മളതായ കാര്യങ്ങളിൽ കഴിഞ്ഞുകൂടി ഇന്ന് നമ്മൾ ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന കാല റസൂലുള്ളാഹ് എന്ന കിതാബ് ഇങ്ങനെ വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെയാണ് അതിന് കഴിഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് സമയം എടുക്കുന്നത് നമ്മൾ ഈ ഒരാഴ്ചയുള്ള സമയങ്ങൾ ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവണം. അള്ളാഹിൻ്റെ പേര് കൊണ്ടാണ് നമ്മളിപ്പോൾ ആരംഭിച്ചത്. അള്ളാഹിൻ്റെ 99 പേര് കൊണ്ട് ആരംഭിച്ചു. അപ്പം അത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. വെറും ഒരു അസംബ്ലിയിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ട് പോവുക അല്ല. നമ്മളെപ്പോഴും അത് ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ ഈ നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ഉത്സാഹത്തോടു കൂടി ക്ലാസ്സിൽ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉന്മേഷം ഉള്ളവരായി തീരണം എന്നതിന് വേണ്ടിയാണ് ഈ അസംബ്ലി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളത് ഉണ്ടാവണം. ഈ ഒരു അസംബ്ലി കൂടി പിന്നെ നാളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആവാം, അങ്ങനെയല്ല. ഇതൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ അസംബ്ലിയിലും ഓരോ വിഷയങ്ങൾ എന്ത് ചെയ്യും പറയാറുണ്ട്. ഓരോ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓരോ വിഷയങ്ങളും അസംബ്ലിയിൽ പറയുന്നത്. ഇപ്പോൾ ഈ ആഴ്ച തീരുമാനിച്ചുള്ള വിഷയം സലാമിനെ കുറിച്ചാണ്. സലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്തൊക്കെ സലാം പറയുന്നൊരു ശൈലി, രീതി നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇന്ന് എടുത്തിരിക്കുന്നത്. സലാം എന്നാൽ എന്ത്? സലാം എന്നാൽ അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന ഏറ്റവും വലിയൊരു അഭിവാദ്യം ആണ്. അതായത് ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചെയ്യാൻ വേണ്ടി അഭിവാദ്യം ചെയ്യുന്ന ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സമാധാനം എന്നിലുണ്ടാവട്ടെ എന്നൊരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, മറ്റുള്ള മതസ്ഥരിലായിക്കോട്ടെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ വാക്കിനേക്കാൾ കവച്ചു വെക്കാൻ പറ്റിയ ഒരു വാക്കില്ല അഭിസംബോധന ചെയ്യുമ്പോൾ. നോക്കിയാൽ മതി, നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു തമ്മിൽ രണ്ടുപേരും അങ്ങോട്ട് കാണുമ്പോൾ എന്താ പറയാ? ഒന്നുകിൽ ഹായ് അല്ലെ ഗുഡ് മോർണിംഗ്, മറ്റുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. അതൊന്നും എന്തല്ല, ഈ വാക്കിന്റെ ഒരു അയലകത്ത് പോലും എത്താത്ത ഒരു വാക്കാണ്. കാരണം മനുഷ്യൻ പല സമയത്തും പല അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ വിഷമങ്ങളെ ഘട്ടം ഉണ്ടാകാം, സന്തോഷത്തിന്റെ ഘട്ടങ്ങൾ ഉണ്ടാവാം. പല രീതിയിൽ പല അവസ്ഥയിലും മനുഷ്യൻ കടന്നു പോകുമ്പോൾ എല്ലാ സമയത്തും മനുഷ്യനോട് ഉപയോഗിക്കാൻ പറ്റിയ വാക്ക്, ഇപ്പൊ വിഷമിക്കുന്നവനാണെങ്കിൽ നമുക്ക് പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ ആ വിഷമിക്കുന്നവന്റെ മനസ്സ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വാക്ക്. അല്ലാതെ ഒരു വിഷമിക്കുന്ന ആളെടുത്ത് പോയിട്ട് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിച്ചാൽ എന്തായിരിക്കും? പക്ഷെ വിഷമിക്കുന്നവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമാധാനം നിനക്കുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അവനക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും.
അപ്പോ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന നല്ലൊരു അഭിസംബോധന വാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു അഭിസംബോധനം, ഒരു പ്രാർത്ഥന. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, അതാ ആ കാണുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ പോയിട്ട് എന്ത് ചെയ്യാ പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറയാം. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ആ മലക്കുകളെ കൂട്ടത്തിൽ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോ മലക്കുകൾ എന്ത് ചെയ്തു, ആദം നബി അലൈഹി ഇസ്ലാമിന് മറുപടി എന്ന രൂപത്തിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മടക്കി, കുറച്ചും കൂടി കൂട്ടി കൊണ്ട് മടക്കി. എന്നിട്ട് അള്ളാഹു തആല എന്ത് ചെയ്തു, ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഈ വചനം അത് നിങ്ങളുടെ ഇനി വരുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ മുഴുവൻ സന്തതികൾക്ക് എന്താണ് വേണ്ടിയിട്ടുള്ള ഒരു സമാധാനത്തിന്റെ ഒരു വാക്കാണ്, ഒരു അഭിവാദ്യ വാചകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനോട്. അപ്പോൾ അള്ളാഹു ഒരു ഖിയാമത്ത് നാൾ വരുന്ന മുഴുവൻ മനുഷ്യർക്ക് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു വാക്കാണ് ഈ സലാം എന്നുള്ളത്. അതുപോലെ തന്നെ സലാമിന് പല മര്യാദകളുണ്ട്, പല കടമകളുണ്ട്, പല രീതികളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു കിതാബ് തന്നെ ഉണ്ട് സലാമുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സലാമിനെ പറയേണ്ട ഇതിന്റെ മഹത്വങ്ങൾ, ഇതിന്റെ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ പഠിക്കുകയും അത് ഉപയോഗിക്കുന്ന രീതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ഹദീസിൽ വരുന്നുണ്ട്, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുകയില്ല. എങ്ങനെ? പരസ്പരം സ്നേഹങ്ങൾ, ബന്ധങ്ങൾ, പരസ്പരം സ്നേഹങ്ങൾ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ എന്താവില്ല, പരസ്പര സ്നേഹങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ എന്താവുള്ളൂ, മുഅ്മിനീങ്ങളാകും. എന്നിട്ട് അതിൽ തന്നെ അറിയിക്കുന്നു, അലാ അദുല്ലുക്കും അലാ ഷൈഇൻ, നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, ചോദിക്കാണ്. എന്താണ്? ഇദാ ഫഅൽതുമുഹു തഹാബബ്തും, നിങ്ങളത് പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. കലഹങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിച്ചാൽ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല സ്നേഹങ്ങൾ ഉണ്ടാവും. ഹൃദയങ്ങൾ ഇങ്ങനെയായിരിക്കും. അതെന്താണ്? അഫ്ശു സലാമ ബൈനക്കും. എന്ത് ചെയ്യാ? അഫ്ശു സലാമ ബൈനക്കും. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാ? സലാമിനെ അധികരിപ്പിക്കുക, വ്യാപിപ്പിക്കുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ കടമകൾ 6-7 ആയിട്ട് എണ്ണീറ്റൊക്കെ ഹദീസിൽ പറയുന്നത്. എല്ലാ കടമയിലും ഒന്ന് ഭക്ഷണം കഴിപ്പിക്കുക, പാവങ്ങളെ സഹായിക്കുക, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, അക്രമിയെ സഹായിക്കുക, പിന്നെ അതുപോലെ തന്നെ മയ്യത്തിന്റെ കൂടെ, ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ കടമകളായിട്ട് ഇങ്ങനെ ബാക്കിൽ പോവുക, അങ്ങനെയുള്ള ജനാസ പോകുമ്പോൾ അതുപോലെ പല പല കടമകളായിട്ട് പറയുന്ന ഒരു കടമയാണ് അഫ്ശു സലാമ ബൈനക്കും. അഫ്ശു സലാമ ബൈനക്കും, നിങ്ങളെ ഇടയിൽ എന്ത് ചെയ്യുക? സലാമിനെ വ്യാപിപ്പിക്കുക. ഈ സലാമിനെ വ്യാപിപ്പിക്കുന്നതിനാണ് പരസ്പര സ്നേഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംവിധാനം കൊണ്ടുവരണം. അതായത് സഹാബാക്കള് ഒരു മരം അല്ലെങ്കിൽ ഒരു മതിൽ ഇങ്ങനെയൊക്കെ കണ്ട് മറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ എന്ത് ചെയ്യും? അവരെന്തുമായിരുന്നു? അവർ കാണുമ്പോൾ ഇങ്ങനെ സലാമുകൾ പറയുമായിരുന്നു. ഒരു സംഭവം ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും അവസരം കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് പ്രായമുള്ള ആളല്ല, സലാം പറയുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം. മടക്കൽ നിർബന്ധമാണ്, പറയൽ സുന്നത്താണ്. പക്ഷെ സുന്നത്താണെങ്കിലും അത് പറയുന്നവർക്കാണ് പ്രാധാന്യം, പറയുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രായത്തെ മാനിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും സലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവസരം കൊടുക്കും. അങ്ങനെ അവസരം കൊടുക്കുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പോലെ തന്നെ, പക്ഷെ അന്ന് സലാം പറഞ്ഞിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പറഞ്ഞു, ഇങ്ങനെ ഞാൻ പിന്നെന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ എന്നോട് സലാം പറഞ്ഞില്ല, ഞാൻ ആകെ വിഷമത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് എന്തെങ്കിലും
എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എന്തെങ്കിലും എന്നോട് വെറുപ്പുകളുണ്ടോ, എനിക്കൊരു മനസ്സിലൊരു ഒരു മനപ്രയാസം എന്താണെന്ന് അറിയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പോയിട്ട് പരാതി പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, എന്താ പ്രശ്നം അബൂബക്കർ ഉമറായിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെ സലാം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പരാതി ഇങ്ങനെ ഉമർ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ പ്രാവശ്യം ഞാൻ ആദ്യമാണ് സലാം പറയല്, ഇന്ന് ആ ആദ്യം പറയുന്ന പ്രതിഫലം ഉമറിന് കിട്ടിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. അപ്പൊ സഹാബാക്കൾ അങ്ങനെയായിരുന്നു. അപ്പൊ സഹാബാക്കള് ഇത് എന്താന്ന് വെച്ചാല് ഈ സലാം ആരെങ്കിലും പറഞ്ഞില്ല, അവർ എപ്പോഴും ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ സലാം പറയുമായിരുന്നു. ഒരു ദിവസം കാരണം സലാം ആരെങ്കിലും പറഞ്ഞില്ല എങ്കിൽ അവർക്ക് ബേജാറാണ്, വിഷമാണ്. എന്ത് പറ്റി അവനക്ക് എന്നോട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത. അപ്പൊ നമ്മളും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഇത്രയും മാഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു അവസരമാണ്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥാപനത്തിൽ സലാം വ്യാപിപ്പിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. കാരണം ഇത് ഉണ്ട്. അതായത് നമ്മള് പിന്നെ മൗലാന വന്നിരുന്നു. അപ്പൊ മൗലാന ഒരു അഭിപ്രായം പറഞ്ഞതാണ്, കുട്ടികൾക്ക് സലാം പറയുന്ന ഒരു ശീലം എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഇത് ഒരു നല്ലൊരു ഗുണാണ്. ഇത്ര ഹദീസിൽ ഇത്രമാത്രം സലാമിന് മഹത്വം പറഞ്ഞിട്ടുണ്ട്, പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട് ഈ സലാമി വ്യാപിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇൻഷാ അല്ലാഹ് സലാമിനെ വ്യാപിപ്പിക്കുക. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താമാരോടായിക്കോട്ടെ കുട്ടികളോടായിക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനെല്ലാം ഒരു മര്യാദ രീതികളുണ്ട്. ആ മര്യാദ രീതികളൊക്കെ വെച്ച് ബഹുമാനതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സലാമിനെ വ്യാപിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂലേ? ഉണ്ടാവോ? എന്തേ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യാ, എല്ലാവരും ഇപ്പോ ചെറിയവർ വലിയവർക്ക് അങ്ങനെയൊക്കെ മര്യാദ ഉണ്ട്. പക്ഷെ ഇപ്പൊ ചെറിയവർ പറഞ്ഞില്ല, വലിയവർ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, കുട്ടികളോടൊക്കെ സലാം പറയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയട്ടെ, അല്ലെങ്കിൽ ഇവൻ പറയട്ടെ, ഇരുന്നാൾ നിൽക്കുന്ന ആളോട് പറയട്ടെ, നിൽക്കുന്ന ആൾ ഇരുന്നാളോട് പറയട്ടെ, വണ്ടിയിൽ പോകുന്ന ആൾ മറ്റേ നടക്കുന്ന ആൾ വണ്ടിയിൽ, അങ്ങനെയൊന്നും നോക്കണ്ട. അതൊരു മര്യാദയാണ്. പക്ഷെ മര്യാദ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ശീലം എനിക്കുണ്ടാവണം, എനിക്ക് ഈ ശീലം ഉണ്ടാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സലാമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. ഏറ്റവും രീതി എന്താണ്, 3 ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ 10, വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ 20, വബറകാത്ത് പറയുമ്പോൾ 30. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ എന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും, അപ്പൊ 10 എന്ന് പറഞ്ഞു. ഒരാൾ എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20 പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അപ്പോൾ 30. ഇതാണ് ഇതിന്റെ പൂർണ്ണത. ഇതിന്റെ പൂർണ്ണത ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പൂർണ്ണമായതിലേക്ക് എടുക്കാം, പൂർണ്ണതയിലേക്ക് നമ്മൾ എപ്പോഴും എന്തിനും പൂർണ്ണതയാണ് നല്ലത്. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്കി പിന്നെ ജന്നത്തും അങ്ങനെയൊക്കെ അതൊക്കെ ദുആണ്, അതൊക്കെ വേറെ. പക്ഷെ ഇതാണ് പൂർണ്ണത. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഓക്കെ അല്ലേ? ചെയ്യോ? ഇനി നമ്മളെ മദ്രസയിൽ ഇങ്ങനെ ഉണ്ടാവണം. അതുപോലെ നെര്യാണിക്ക് താഴെ വസ്ത്രങ്ങൾ ഇടുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പല ആളുടെ നെര്യാണിക്ക് താഴെ വസ്ത്രങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഈ രീതിയിലൊക്കെ ഇൻഷാ അല്ലാഹ് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകുമ്പോൾ ഇത് പ്രയോജനപ്പെടും ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ കയറുമ്പോൾ സലാം പറയാ, മക്കളോട് പറയാ, ഭാര്യയോട് പറയാ, ഉമ്മയോട് പറയാ, ഉപ്പയോട് പറയാ, എല്ലാവരോടും എന്ത് ചെയ്യുക, സലാമിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സലാം പറയുന്നതിൽ ഒരു മടിയും ഒരു പിശുക്കും ഒന്നും കാണിക്കണ്ട. ഓരോ ഇതിനും നമുക്ക് 30 നന്മ, 10 നന്മ, 20 നന്മ എന്നുള്ള പോലെ നന്മകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.